ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 5:40 ഗൈസ് രാവിലെ. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് സർപ്രൈസാണ് ഗൈസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്, കുറേ കൊല്ലമായി കാണുന്നത്, ഒരു 4 കൊല്ലമായി ഗൈസ് കാണാത്തപ്പോന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ആര് എന്ത് നല്ലല്ലേ സർപ്രൈസ് ഗൈസ്. പറയല്ല, ഞാൻ പേര് വേണമെങ്കിൽ ഞാൻ പറയാം, മിഥുനെന്ന്. ഓക്കെ, ഒറിജിനൽ നെയിം മിഥുനെന്ന്. കുറേ ആയി കാണാത്ത. അപ്പോൾ പ്രൊമോഷൻ്റെ ആവശ്യത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ഓനും കൂടി വരുന്നുണ്ട്. എവിടെ പോകുന്നേന്നല്ലേ നമ്മൾ അനു ഫ്ലഷ് അടിച്ച് കഴിച്ചോള്. ഇത് കൊളുക്കുമല ഗൈസ്, കൊളുക്കുമല. ഞാൻ ഇന്ന് വരെ പോയിട്ടുണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ യൂട്യൂബിലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലാതെ ഇന്ന് വരെ ഞാൻ പോയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇത്ര ടൈമായിട്ട് ഞാൻ പോയിട്ടുണ്ടാവില്ല. ഈ കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അനു വരുന്നില്ല ഗൈസ്. ഒക്കെ തീരെ സുഖമില്ല. എന്താ പറഞ്ഞെങ്കിൽ പനി, തലനമ്പലം, പിന്നെ ഓൾറെഡി അവിടെ തണുപ്പല്ലേ. അവളമ്മ വേണ്ടെന്ന് പറഞ്ഞു. വരുന്നതിൽ പ്ലാന് കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ മിഥുൻ്റെ ഫ്രണ്ടും ഞാനും പിന്നെ നമ്മുടെ ഒരു വീഡിയോസ് എടുക്കാനൊരു ഏട്ടനുണ്ട്, ആ ഏട്ടനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്ര ആളും പോകുന്നത്. പിന്നെ അവിടെ ചേച്ചിയുണ്ട്, ഒരു നമുക്ക് ഈ പ്രൊമോഷന് കാര്യങ്ങൾ ഇതാക്കി തരുന്ന ചേച്ചി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ റിസോർട്ടുണ്ട്, ഓർ തന്നെ റിസോർട്ട് കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നൊന്നും ഞാൻ കണ്ടിട്ട് മജ്ജ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ ഇടുന്നതായിട്ടുണ്ടാവും. അപ്പം ഫസ്റ്റ് കാണിക്കാനുള്ള ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിന് എത്ര കൊല്ലം അറിയാം, 1 2 3 4 അല്ല 1 2 3 കൊല്ലമായി. 3 കൊല്ലമായി. നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങൾ വിളിക്കൽ മിണ്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൻ്റെതായ ബിസി ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒന്ന് കാസർഗോഡേക്ക് വരും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും കാണാം, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കാണാം, വീഡിയോസ് കാണുന്ന എല്ലാവർക്കും കാണാം. പിന്നെന്താ, അപ്പോൾ എന്നെ കുളിക്കണം ഗൈസ്. കുളി മടിയാണ് ഗൈസ്. ഇന്നലെ രാത്രി ഞാൻ അത് പറഞ്ഞിട്ട് വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കിടന്നു ഗൈസ്. കിടന്ന് എത്ര മണിക്കായിരുന്നെങ്കിൽ 12 മണി അതിന് കിടക്കുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ എന്തിയാ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് വീട്ടിൽ അച്ചപ്പം കൊണ്ടുവരുമ്പോൾ ഇവിടെ അച്ചപ്പുണ്ട്. ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു. എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനവും മോള് നോക്കിക്കോളും. ഫുള്ള് വെച്ച് വാരിയിട്ട് കിട്ടീന്. അപ്പോൾ ഒരു നേരത്തോളം ഞാൻ തന്നെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കണം ഗൈസ്. ഒക്കെ തൂറ്റിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ബാത്റൂമിൽ തന്നെ പോയിട്ടിരിക്കുന്നത്. പനി വന്ന് ഛർദി അതെല്ലാം അങ്ങനെ ബാത്റൂമിൽ തന്നെ പോയിട്ടുള്ളത്. ഇനി എന്താണല്ലോ. അപ്പം എനിക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണി കഴിഞ്ഞു തോന്നുന്നു. ഇവിടുന്ന് നടന്നിട്ട് വേണം മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ, കുറച്ചുള്ളത് നടക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു ഗുളിക കുടിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവിടെ ടൗണിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ കുറച്ചും കൂടി നടക്കാനുണ്ട് ഗൈസ്. ഏക്കും അടിപൊടി അത് രാവിലെ ഇടിച്ചിട്ട് നടക്കാൻ ഒറ്റയ്ക്ക് തന്നെ ആരുമില്ലത്. ഒരു മനുഷ്യന്മാരില്ല ഗൈസ്, ഞാൻ ഒറ്റക്ക്. അമ്മ ഗൈസ് അവനെ കിട്ടി. എൻ്റെ കഷ്ടം കണ്ടിട്ട് അവൻ ബാഗ് എടുത്ത്. ഇവ എന്തിനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ ടൗണിൽ നിന്ന് അവനെ കിട്ടി ഗൈസ്. ഇങ്ങനെ ഒരുമാതിരി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ടാരക്കാലം. നീ ചിരിക്കണ്ടിരിക്ക പയന. ഞാൻ പറയട്ടാ, നീ എന്തിനാ ക്യാമറ തിന്നാൻ പറഞ്ഞു? നിങ്ങൾ മാറിക്കിടി. പാപ്പ് കഴിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിപ്സ്റ്റിക് ഇട്ട ഭക്ഷണം കഴിക്കുന്നത്? ഓരോരുത്തരും ഇഡ്ഡലിയും ചട്നിയും മേടിച്ചെന്ന് കഴിച്ച് ഇപ്പം ഇവിടെ കറവാനും ചിക്കനും അവൻ്റെ കണ കേട്ടിട്ട് ഞാൻ തന്നെ പോലെ ചായൻ്റെ ഇതെന്ത് ചപ്പലയാണ്. അമർത്തിക്കൊണ്ട് തന്നെയാണ്. തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറ. മിഥുന് പറഞ്ഞെങ്കിൽ അറിയില്ല. ചിലപ്പോ കൈ മാറ്റം ഇങ്ങോട്ട് എന്തുവാടാ കുട്ടേട്ടൻ, സോറി അവളെ സീനിയറാടാ എന്ന് പറഞ്ഞ കുട്ടേട്ടൻ അറിയാം. അവളെ
ഗുണ്ട. ഇവനെ കണ്ടും കാര്യം ആ അമ്മേ അത് ഇത് കാണുമ്പോ സത്യം ഗുണ്ട എടുത്ത് എന്ത് ചോട്ടി വന്നറിയാം. ഞാൻ പിള്ളേരെ കഴിക്കുന്നില്ല എന്ത് തച്ചങ്ങനെ ശരിക്കും തച്ചടാ ഇതിന്റെ കോടി കിട്ടണുണ്ടാവോ പറഞ്ഞോ പറയടി. എന്ത് പറയാ ഈ വാക്കാച്ചോട്. ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് മാത്രല്ല എത്ര 3 കൊല്ലമായല്ലേ കണ്ടിട്ട്. 3 കൊല്ലമായി പറ്റിപ്പോയി ഗൈസ്. എനിക്ക് പറ്റിപ്പോയി. അല്ല ഓന് പറ്റിയതല്ല എനിക്കാണ് പറ്റിപ്പോയത്. രക്ഷപ്പെട്ടു 3 കൊല്ലം അങ്ങനെയാണെങ്കിൽ അല്ലെന്നോ ഞാനാണെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കണം എപ്പോഴെങ്കിലും. വണ്ടി വന്നിട്ട് പോയി പറയാൻ വന്ന കാര്യം മറന്ന് ഇവനും ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയ്യോ അവൻ ഓടണം ഗൈസ്. ഓക്കെ പിന്നീട് കാണിക്കാം. അപ്പൊ എവിടെ പോകുന്നത് കൊളുക്കുമല. 1 2 3 4 ആൾക്കാർ കൊളുക്കുമലയിൽ പോകുന്നത്. പിന്നെ എന്തോ നോക്കാൻ പോകുന്നത് എന്തുവാ മറ്റേ നമ്മളെ സൂര്യനെ ഇങ്ങനെ കീഞ്ഞിട്ട് പോകുന്നില്ല ഗൈസ് കായലോട്ട്. സൺറൈസ് സൺസെറ്റ് അത് ഇങ്ങനെ കീഞ്ഞിട്ട് പോകുന്നത് നോക്കാൻ വേണ്ടിട്ട് സൺറൈസും സൺസെറ്റും മനസ്സിലായോ? പഠിക്കാൻ വിട്ട കാലത്ത് പിറങ്ങാലി കുറയ്ക്കാന്നുള്ളത് നിന്റെ സൂര്യാസ്തമയം സൂര്യോദയം. ഇവ മലയാളം പഠിക്കുന്നു. സൂര്യൻ കിളകി പോകുന്നു കിളകി പോകുന്നു കിളക്കല്ല കിളകെ കിളകി എന്ന് പറ. ഇതിന്റെ ഓടി കിട്ടിയില്ലെങ്കിലേ ഫണ്ടാവുമ്പോഴല്ലേ അതുണ്ടാവുമല്ലോ. നോക്കാം നമുക്ക് അതിനകത്ത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമോ. അവര് വരണില്ല. ഞാൻ പോണ് ഗൈസ്. അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. പോണ്ടേ അല്ല കേറണ്ടേ. എടാ നിങ്ങൾ വരുന്ന ഗൈസ് നമ്മൾ പോകുന്ന ബസ്സാണ് ഗൈസ്. ഇത് മങ്കിയാണ് ഗൈസ്. ഗൈസ് അവർ ഫ്രണ്ടിൽ നിൽക്കുള്ളൂ ബാക്കിൽ നിൽക്കുള്ളൂ എവിടേക്കാണ് നിൽക്കുന്നത് ഗൈസ്. ഞാൻ നേരത്തെ നിന്നെ ആടെ നോക്കിയിട്ടൊന്നും ഞാൻ ചെയ്ത് തെറ്റെന്ന് പറയണത് ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന ഇവനെ ഇറക്കി വിടണം. ഇവനെ ഇറക്കി വിടണം. എന്തുവാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ പോണേ. യാത്രയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഫസ്റ്റ് അപ്പൊ ഗായ്സ് നമ്മ എറണാകുളത്ത് ഏടുന്ന് വന്നേമോ കലൂരിന്നല്ലേ. കലൂരിന്ന് ഇങ്ങോട്ട് വന്ന് കഴിച്ചു. എവിടെയൊന്നും എന്തൊക്കെ അറിയില്ല. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. കുറേ റംബൂട്ടാനെല്ലാം വിൽക്കുന്നുണ്ട് പൈസ എടുക്കാം. നമ്മളെ തോട്ടത്തിലില്ലേ അതന്നെ. ഇവിടെ ഭയങ്കര വിലന്ന് തോന്നുന്നു. അതൊന്നും അറിയില്ല കഴിച്ചു. ചായ എല്ലാം കുടിച്ച് ചായക്ക് എന്തോ പ്ലെയിൻ ദോശയാ നമ്മുടെ മറ്റേ അതിനെന്ത് പറയുക മസാല ദോശയിൽ ബജ്ജി ഇടാത്ത ദോശ കാലി ദോശവും എന്തോ തക്കാളി ചട്നി സാമ്പാർ മജ ഉണ്ടായിട്ട് തക്കാളി ചട്നി മജ ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവർ രതീഷേട്ടന്. അപ്പോൾ രതീഷേട്ടൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല നമുക്കുണ്ടായത്. നമ്മൊരു കുറേ കൊല്ലമായിട്ട് പരിചയം ഉണ്ടായ പോലെ മജ ഉണ്ടായി. അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയെങ്കിലും അങ്ങനെ. പിന്നെ പുള്ളീൻ്റെ ബസ്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അനന്തു ട്രാവൽസ് ഇവിടെ മെൻഷൻ ആക്കുന്നുണ്ട്. ബസ്സിൽ ലൈറ്റിങ് ഗൈസ് മറ്റേ സ്മോക്കറാ എന്തോ സംഭവം. എൻ്റെ ദൈവമേ എന്ത് മജ ഗൈസ്. ഞാൻ വിചാരിച്ച ബസ്സിൽ തീ പിടിച്ചത് അത്ര മജ ഉണ്ടായി ഗൈസ്. നല്ല മജ പറഞ്ഞെങ്കിൽ എല്ലാവരും ഓരോരോ ദിക്കുന്ന വരുന്ന ആൾക്കാരാണ്. കയ്യിൽ പരിചയം ഉണ്ടെന്ന് നമ്മളെ മിതുട്ടീനെ മാത്രം. പിന്നെ നമ്മളെ സന്ദീപിനെ എല്ലാവർക്കും അറിയാലോ എൻ്റെ വീഡിയോസിലെല്ലാം കണ്ടിട്ട്.
അപ്പോൾ സന്ദീപും ഇതുട്ടിയും പിന്നെ എല്ലാവരും ഞാൻ ആടെ പോയിട്ട് പരിചയമാണ്. ഓറാട്ടി വന്ന എൻ്റെ കിള്ളറാട്ടി മജ ഉണ്ടായി. ഇത് വാവച്ചീൻ്റെ മൂട്ടക്കെല്ലാം കുത്തിരി ഞാൻ മൂലക്കാക്കി ഗൈസ്. വാവച്ചി എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അനിയൻ, എനിക്ക് എൻ്റെ ചെറിയ അനിയനെ അങ്ങനെ എൻ്റെ വാവച്ചൊക്കെ നല്ല കുഞ്ഞനിയനെ പോലെ എനിക്ക് എല്ലാവരും ഡാൻസിൻ്റെ വൈബിൽ ഒരു എന്ത് പറയല്, സ്കൂളിൽ നിന്ന് നമ്മൾ പണ്ട് കോളേജിൽ നല്ല ട്രിപ്പ് പോകുന്നുണ്ടായിട്ട് ആ ഒരു വൈബ് എനിക്ക് ഫീലാക്കിന്. പിന്നെ ബസ്സിനെ കുറിച്ചിട്ട് തന്നെ എനിക്ക് അധികം പറയാനുള്ളത് എൻ്റെ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ കോണ്ടാക്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ടൂറോ അതിന് എന്തെങ്കിലും പരിപാടിയോ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കോണ്ടാക്റ്റ് ആക്കുക, അതിവിടെ മെൻഷൻ ആക്കുന്ന ഓരോ നമ്പർ ജസ്റ്റ് വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ആക്കുക. പിന്നെ പറയാനുള്ളത് നമ്മളെ പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള കാട് മല ഇങ്ങനെ നമ്മൾ മേഘം ഇങ്ങനെ കീഞ്ഞിട്ട് കാണുന്നില്ല. ഇനിയും കാണിക്കാനും കുറേ ഉണ്ട് ഗൈസ്. ഇതൊന്നും അല്ല ശരിക്കും. അതിനാട്ടി അപ്പുറം പോകുമ്പോൾക്ക് വെള്ളം വീഴുന്ന സ്ഥലമല്ലോ നോക്കണം. യമ്മ പിന്നെ പോന്നെ കാണുന്ന ആനേൻ്റെ ബോർഡ് ഫുൾ ആനയുണ്ട്. അത് നമുക്കറിയില്ലേ 3-6 ആനയുണ്ടെന്ന്. പിന്നെ എന്തിനു ബോർഡ് വെക്കുന്നത്? എല്ലായിടത്തും 5-5 കിലോമീറ്റർ 2 കിലോമീറ്റർ ആനയുണ്ട്. ആ കുരങ്ങ കണ്ട, ഒരു കുരങ്ങ്, അടുത്ത കുരങ്ങ്. ഇത് നമ്മളെ കോർഡിനേറ്റർ സ്നേഹ, മിതുട്ടി. ഇതാ ഞാൻ എന്ത് പാങ്ങ് നോക്കിയാ, അയ്യോ ചിരി നോക്കിയേ. മാക്കാച്ചിമൂടന്മാർ. ഇതൊരു വെള്ളച്ചാട്ടം ഗൈസ്, കുഞ്ഞു വെള്ളച്ചാട്ടം പോകുമ്പോൾ കിട്ടിയത്. ഇവിടെ വരുമ്പോൾ നിർത്തിനാകെ വീഡിയോ ഒന്നും നിർത്തിയിട്ട് അപ്പോഴേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിന്. പിന്നെ കുറേ കുരങ്ങുണ്ടായിന്, നമ്മളെ സന്ദീപിനെ പോലത്തെ കുറേ കുഞ്ഞു കുരങ്ങുണ്ടായിന്. കുരങ്ങ് മാത്രമല്ല ഗൈസ്, ഇതാ കണ്ട, ഇത് ഷോക്ക് അടിച്ച മിഷനാണ് വാവച്ചി. പക്ഷെ വാവച്ചി ഉണ്ടായതിനോടാണ് ഗൈസ് മജ ഉണ്ടായി. എനിക്ക് വാവേൻ്റെ ഡാൻസ് 1 മിനിറ്റ് പോലും കളിക്കാതെ നിന്നിട്ടാ. ഇത് വലിയൊരു വെള്ളച്ചാട്ടം ഗൈസ്. ഇവിടെ നമുക്ക് ഇനിനാകെ ഇത് നമ്മൾ മൂന്നാറിൽ പോകുന്ന വാണറ വെള്ളച്ചാട്ടം ഗൈസ്. എത്ര വലുതറിയാം, താഴേക്ക് പോകുന്ന അതിനൊക്കെ മൂണങ്ങനെ ചട്നി കെട്ടു. ഇതിൻ്റെ ഇടയിൽ കിടക്കി ബസ്. ഞാൻ കുറേ നേരം വീഡിയോ പിടിക്കാൻ നോക്കി, പിന്നെ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ആടെല്ലാം കീഞ്ഞ് മജ്ജ എടുത്ത് മപ്പെടുത്ത് നേരെ ഹോട്ടലിലേക്ക് പോയി ഗൈസ്. കഴിക്കാൻ വന്നത് ഗൈസ്, കാണിച്ചു തരാം എങ്ങനെ അങ്ങനെ നമുക്ക് തിന്നിട്ടല്ലായി. അങ്ങനെ നമ്മൾ നേരെ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന അപ്പിയെല്ലാം അങ്ങനെ പറഞ്ഞത് എനിക്കറിയാലോ, ഞാൻ അങ്ങനെ പറയുന്നത് ഗ്യാപ്പ് റോഡ്. നല്ല മജ ഉണ്ടായി പോകുമ്പോഴൊക്കെ തന്നെ. മീൻസ് എന്ത് പറയില്ല, ഞാൻ ഇങ്ങനെ എന്തോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഗൈസ്. മീത്തുള്ള മേഘമല്ല താഴൊക്കെ കഴിഞ്ഞിട്ട് വന്നു. നമ്മൾ നടക്കുമ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ തന്നെ ഇങ്ങനെ കീഞ്ഞ് കട്ട കീഞ്ഞിട്ട് വന്നോണ്ടുണ്ടായിന്. അത്രക്കും മജ. പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തു ഗൈസ്. ഫാൻഡം ഹിൽസ്, ഫാൻഡം ഹിൽസോ എൻ്റെ പൊന്നു കഴിച്ച് നമ്മൾ കയറാൻ പോണ മല ഫാൻഡം ഹിൽസ്. ആടുന്ന് കാണിച്ചിട്ട് നേരെ കാണാൻ ഒന്നും കാണുന്നില്ല. പൊന്നു കഴിച്ച് അമ്മ എൻ്റെ മൂക്കിലൊക്കെ എത്തി. അവന് പ്രാന്താണ് ഗൈസ്. അനിയനാണ് കഴിച്ച്, കുഞ്ഞാണ്, അതുകൊണ്ടാണ് അങ്ങനെ. എടാ വാവേ, ഒന്നിച്ച് പോവാളാ, എനിക്ക് പറ്റുന്നില്ല. இப்போ நிக்குது இங்க எங்க പറയണത് എവിടെയാ? എടി ഇത് ഫാൻഡം ഹിൽസ്. ഓക്കെ ഗൈസ്, അടിപൊളി പ്ലേസ് ഗൈസ്. നോക്കിയാ അവിടെ നോക്കറോ, ഇത് മറ്റേ മഞ്ഞല്ല ഗൈസ്, മേഘം ഇങ്ങനെ താഴോട്ട് കീഞ്ഞിട്ട് വന്നിനത് അല്ലേ? ആ ഇവര് നീ മിണ്ടായിരുന്നടാ, മലയാളിയല്ല. എന്തോ പിന്നെന്തോ പറയണ്ടേ ഗൈസ്, എല്ലാരും വരാ. അതെ ആ കാണുന്നു. ചാർജ് ഇല്ലാത്തത് ഞാനിപ്പോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു ഗൈസ്. ഇവിടെ കോട്ടും പിന്നെ ജാക്കറ്റും ഇല്ലാതെ വന്നിട്ട് മരം കെട്ടിട്ട് പോകും. അത്ര എന്താ പറയാനുള്ളത്. തുള്ളി പോവോ ചാടിയിട്ട് ഇങ്ങനെ കൊഞ്ഞം ചാക്കിലെല്ലാം കെട്ടിട്ട് ചാടുന്നില്ലേ, കളഞ്ഞിട്ട് പോകുന്നോ? അപ്പോൾ ഗൈസ് ഇത് പിറ്റേന്ന് രാവിലെ 4 മണിക്ക് ഗൈസ് രാവിലെ കൊളുക്കുമല, അതായത് നമ്മളെ സൂര്യൻ താകുന്ന കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിൽ ഗൈസ് എല്ലാവരും ഉണ്ട്. ഒരു 6 ജീപ്പ് എന്തോ ഉണ്ടായിനെന്ന് തോന്നുന്നു ഞങ്ങളത്. ഒരു ജീപ്പിൽ 6 ആൾ, മീൻസ് ബാക്ക് 2, നടുവിൽ 3, ഫ്രണ്ടിൽ 2 അങ്ങനെ. അപ്പോൾ
പോവാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഉള്ളത്. കോപ്പി റൈറ്റ് വന്നതിനോണ്ടാണ് ഗൈസ് ഞാൻ ബാക്ക് നോയ്സ് കൊടുക്കുന്നുള്ള. അവിടെ എന്തോ ഫോണിൻ്റെ സൗണ്ട് എന്തോ ഉണ്ടായിന്. അപ്പം ഞാൻ 1 2 3 ഡ്രസ്സ് ഇട്ടിന്, 2 ഡ്രസ്സ് ഇട്ടിന്. കാരണം അത്ര തണുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മളെ എന്ത് പറയൽ, എ സി ഇട്ടൊന്നും അല്ലാത്ത പോലെ അല്ല, അതിനാട്ടി തണുപ്പ് ഐസ് കട്ടായ പോലെ ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ ഡ്രൈവർ ഒരു അണ്ണൻ വന്ന് സംസാരിച്ച്. പിന്നെ നമ്മളെ ശരത്ത് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, എടുത്ത് പറയാനുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഓഫ് റോഡ് പോകുന്നതെന്നെല്ലാം പറഞ്ഞത് എങ്ങനെയുണ്ട് എന്നെല്ലാം ഞാൻ നോക്കിയിട്ട് പറയാം. ഓഫ് റോഡ് മൂക്കിലൊക്കെ എത്തിയത് ഗൈസ്. എൻ്റെ ആ കുണ്ടും ഉയർന്ന നമ്മളെ ഗാളിമുഖം മിഞ്ചിപ്പത് റോഡൊന്നും അല്ല ഗൈസ്. ഞാൻ മിഞ്ചിപ്പത് റോഡിലെ മാത്രം പോയിന്. ഇത് വലിയ കുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കുണ്ട്, മറ്റേ റേസിനെല്ലാം കാറ് ഇറക്കുന്നില്ല, അങ്ങനത്തെ കുണ്ടിലെ കൊണ്ടുപോയിട്ട് എൻ്റെ മൂക്കിലേക്ക് എത്തിന്. അപ്പോൾ നമ്മൾ അടുത്തുമ്പോൾ ഒരു 6 എത്രയോ ടൈമായിന്, ഓർമ്മ ഒന്നുമില്ല. നേരെ 1 മണിക്കൂർ പോകാനുണ്ട്. ഞങ്ങളുടെ അടുത്തുനിന്ന് 1 മണിക്കൂർ ട്രാവലുണ്ട് ഈ ഓഫ് റോഡിൽ. അപ്പോൾ ജീപ്പ് ഓരോന്ന് പകുതിയിൽ നിർത്തുന്നു പോന്നു. ഇതെൻ്റെ വടിയുണ്ടായത്. കുറേ ജീപ്പ് ഉണ്ടായി. കുറേ എന്ന് പറഞ്ഞാൽ റോഡിങ്ങനെ മറ്റേ നമ്മളെ ചായപ്പൊടീൻ്റെ തെയ്യില്ല, അതിൻ്റെ ഇടയില കൂടിയിട്ട് പോകുന്നത്. ചായപ്പൊടീൻ്റെ തെയ്യെന്ന് വിചാരിക്കണ്ട, ഫുള്ള് കുറ്റി കൈസ്. അതിലേക്ക് മൂണങ്ങ് കുറ്റി കയറിയിട്ട് തന്നെ ചാവും. അങ്ങനത്തെ ചായപ്പൊടീൻ്റെ തെയ്യും അതെ. നമ്മൾ കൊളുക്കുമലയുടെ നടക്കണ അവിടെ വരെ എത്തി. നമ്മൾ ജീപ്പ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തതാണ്. നമ്മൾ വന്ന ജീപ്പാണത്. നമ്മളത് പാർക്ക് ചെയ്തിട്ട് പോകാൻ പോണെയാണ്. കുട്ടിയങ്കൾ അതാ ചുന്നിപ്പാപ്പ് പോകുന്നു ഗൈസ്. ഞാൻ ഷർട്ട് മാറ്റി അകത്തേക്ക് എവിടെയോടാ അങ്ങനെ ഞങ്ങൾ നടന്ന് വലിയ നടക്കാനൊന്നും ഉണ്ടായിട്ടാ, കുറച്ച് നടക്കാനുണ്ടായത്. നടന്ന് നമ്മൾ കൊളുക്കുമലേൻ്റെ മണ്ടക്കെത്തി ഗൈസ്. മീൻസ് നമ്മൾ മീത്തൊക്കെ എന്ന് പറയുന്നില്ലേ, കയറ്റത്തിലേക്ക് അടത്തേക്ക് എത്തി. അമ്മ എന്ത് തിരക്ക്! നമ്മളവിടെ ഈ അടൂറുത്സവം എല്ലാം നടക്കുമ്പോൾ ഉണ്ടാകുന്നില്ല, അതേപോലെ തിരക്ക് ജാമ ഫുൾ ആൾക്കാരുടെ ഇടയിൽ ഞമ്മ. പിന്നെ നല്ല മജ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേന്ന് പറഞ്ഞെങ്കിൽ യാത്രയെന്ന് പറയുന്ന ടീമിൻ്റെ ഒക്കെ അടിപൊളി ടീം, പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഒരു ഫസ്റ്റായിട്ട് തുടങ്ങിയത് ഗൈസ് ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കാം. ഇൻസ്റ്റാഗ്രാം പേജ് യാത്രയെന്ന് സെർച്ച് ചെയ്യുക. ഞാൻ കൊളാബറേഷൻ കൊടുത്തിട്ടുണ്ട് പേജിൽ. ആർക്കെങ്കിലും ടൂറോ ഇനിയിപ്പോൾ കുറേ കപ്പിൾസ് ഫ്രണ്ട്സ് എല്ലാം ടൂറ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറക്കെ പോവുക. അടുത്തതായിട്ടുള്ള ടൂറ് കാര്യങ്ങളെല്ലാം പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കെ പോവുക. എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ആക്കുന്നതായിട്ടുണ്ടാവും. തണുത്ത് ചത്തുപോയി ഗൈസ്. ഞാൻ പറ്റണില്ല. അയ്യോ എന്താ ആൾക്കാരോട് ഗൈസ്. ഭയങ്കര ഭംഗിയാണ് ഗൈസ്. പക്ഷെ കാണുമ്പോ കണ്ട കോഴിക്കുഞ്ഞുങ്ങളെ പോലെ. എടാ കാണിക്കടാ, എടാ കുട്ട, ഇവന്റെ പേരെന്തുവാ? എടാ മിഥുനെ ഇങ്ങോട്ട് നോ. അയ്യോ. അപ്പോൾ ഗൈസ് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം കണ്ടിട്ട് വലിയ മല ഗൈസ്. പാറ കണ്ട, ഇവിടെ പാറ പൊട്ടിക്കാൻ കഴിയില്ല. പിന്നെ ഇല്ല ഗൈസ്, ഇതെന്തിപ്പോൾ സിംഹത്തിൻ്റെ ഒരു ഷേപ്പുള്ളൊരു എന്തോ ഒരു സാധനമുണ്ട് ഗൈസ്. കല്ല് കുറേ ഒരുത്തിനത് ഫോട്ടോ കിട്ടിയിട്ട് അറിഞ്ഞിട്ട് ഭയങ്കര ബേജാറുണ്ടായി. ഞങ്ങളൊക്കെ വന്ന് നമ്മുടെ ക്യാമറമാനായ സന്ദീപ് അത് പോയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നത് ഗൈസ്. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.